ചൊവ്വൂർ പള്ളി പൂത്തറക്കൽ റോഡിന്റെ റീടാറിംഗ് പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. മുഖ്യമന്ത്രിയുടെ തദ്ദേശ റോഡ് പുനരുദ്ധാരണ പദ്ധതിയായ CMLRP-യിൽ നിന്ന് അനുവദിച്ച 35 ലക്ഷം രൂപയാണ് റീടാറിംഗിനായി ചെലവഴിക്കുന്നത്. ഒരു വർഷം മുൻപ് ചൊവ്വൂർ പൂത്തറക്കൽ റോഡിന്റെ ടെൻഡർ ഏറ്റെടുത്തത് കോൺട്രാക്ടർ രാമചന്ദ്രനായിരുന്നു. എന്നാൽ വാട്ടർ അതോറിറ്റി പണി ആരംഭിക്കുന്നുവെന്നറിഞ്ഞതോടെ റോഡ് പണി തുടങ്ങാനായില്ല. പിന്നീട് ചെറുപ്പ് ബ്ലോക്ക് പഞ്ചായത്തിൽ പുതിയ ഭരണസമിതി വന്നതോടെ MLA-യുമായി ഇക്കാര്യത്തിൽ അവലോകന യോഗം ചേർന്നത് നടപടി വേഗത്തിലാക്കി. റോഡുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ MLA വാട്ടർ അതോറിറ്റിക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുകയായിരുന്നു. ഇതോടെ വാട്ടർ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട പണികൾ തീർക്കാൻ സാധിച്ചു. ഇതേ തുടർന്ന് കോൺട്രാക്ടർ മെക്സിലാണ് പുതിയ ടെൻഡർ ഏറ്റെടുത്തത്. ചെറുപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഷക്കീൽ അമീർ റീടാറിംഗ് പദ്ധതി ഉദ്ഘാടനം ചെയ്തു. മുന്നുള്ള വാർഡ് മെമ്പർമാരുടെ കുറവ് കൊണ്ടല്ല ഇവിടെ ഇങ്ങനെ റോഡ് ഇത്രയും വൈകാനുള്ള കാരണം. വാട്ടർ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട് സംസാരിച്ചപ്പോഴാണ് അവരുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്ന കുറവ് കൊണ്ടാണ് ഈ റോഡ് ഇത്രയ്ക്കും നീണ്ടുപോയത്. അത് നമ്മുടെ ജനങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇവിടെ പള്ളി തൊട്ടടുത്തുണ്ടായിരുന്നു. അവിടെ പരിപാടി നടക്കുമ്പോഴും അതുപോലെ തന്നെ പൊതുജനങ്ങൾക്ക് യാത്രയ്ക്ക് പോകുമ്പോഴൊക്കെ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്നു. ഞാൻ അധികാരത്തിൽ കയറി അന്ന് മുതൽ തുടങ്ങിയതാണ് ഈ റോഡിൻ്റെ പ്രശ്നങ്ങൾ നേരിടുന്നത്. അന്ന് മുതൽ ഇന്നലെ വരെകളിൽ ഒരുപാട് തവണ ഇതിനെക്കുറിച്ച് സംസാരിക്കുകയും MLA-യുമായി അവലോകന യോഗത്തിൽ പങ്കെടുക്കുകയും MLA-യുമായി കൂടുതൽ സംസാരിക്കുകയും ചെയ്ത് MLA ഒരുപാട് ഇതിനെപ്പറ്റി സംസാരിച്ചിട്ടുണ്ട്. ഈ റോഡിനെ പറ്റി വാട്ടർ അതോറിറ്റിയുമായി തർക്കത്തിലും ഉണ്ടായിരുന്നു. അപ്പോഴാണ് നമുക്ക് മനസ്സിലാവാൻ കഴിഞ്ഞത് ഈ റോഡിൻ്റെ ഈ സ്ഥിതി ഈ നിലയിൽ വഷളായത് വാട്ടർ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട് അവരുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്ന വീഴ്ച കൊണ്ടാണ്. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിജോ അധ്യക്ഷനായി. ഒത്തിരി കഷ്ടങ്ങൾ ഇത് അനുഭവിച്ചു. ഒത്തിരി പരാതികൾ വന്നു. ഇവിടെ സ്ഥിതി ചെയ്യുന്ന സ്കൂളുകളുടെ പരാതികൾ വന്നു, പള്ളിയിൽ നിന്ന് പരാതി വന്നു, മഠത്തിൽ നിന്ന് പരാതി വന്നു, ഇവിടുത്തെ മറ്റേ അംഗൻവാടി സ്കൂളിൻ്റെ പരാതി വന്നു. അതൊക്കെയാണ് ഈ പണി ഇത്ര സ്പീഡാവാനുള്ള കാരണം. ബഹുമാന്യായ മുൻ കളക്ടർ ഈ അവസരത്തിൽ നന്ദിയോടെ ഓർക്കുകയാണ്. ആള് ദുരന്ത നിവാരണത്തിൽ ഇതിൽ ചേർത്ത് നമുക്കൊരു അനുമതി പഞ്ചായത്തിന് തന്നു. പക്ഷെ ആ ഫണ്ട് നമുക്ക് വിനിയോഗിക്കേണ്ടി വന്നില്ല. നമ്മുടെ മുൻ കരാറെടുത്ത കരാർക്കാർ വീണ്ടും അത് വർക്ക് ചെയ്യാനായിട്ട് അത് തുടങ്ങി. വളരെ സന്തോഷം. എത്രയും പെട്ടെന്ന് ഈ പ്രദേശത്തുള്ള നാട്ടുകാരെല്ലാവരും ഒത്തുചേർന്ന് ഇതിനുള്ള എല്ലാ സാഹചര്യങ്ങളും നമ്മൾ ഒരുക്കി തരുമെന്ന് ഈ വാർഡ് മെമ്പറും ഈ പഞ്ചായത്തിന്റെ പ്രസിഡന്റുമായ എന്റെ ഭാഗത്തുനിന്ന് എല്ലാവിധ സഹകരണം ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മിനി വിനയൻ, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ലീന ജോസ്, മുൻ വാർഡ് മെമ്പർ വനജ, ജോഷോ എന്നിവർ സംസാരിച്ചു.